കുറുമ്പനാടം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. മാന്യരെ, കുറുമ്പനാടം പ്രദേശത്തിന് എന്നും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന അന്തോനീസ് പുണ്യവാളന്റെ നാമത്തിലുള്ള ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ 109 വർഷങ്ങളായി അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൻ്റെ 109-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് തികഞ്ഞ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി അവതരിപ്പിക്കട്ടെ. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ചെറിയാൻ കറുകപ്പറമ്പിൽ, ഹെഡ്മാസ്റ്റർ ശ്രീ ബിനു ജോയ് എന്നിവർ സാരഥ്യം വഹിക്കുന്ന ഈ കലാലയത്തിൽ 17 അധ്യാപകരും 6 അനധ്യാപകരും സേവനം ചെയ്തു വരുന്നു. അധ്യയന വർഷാരംഭം 2024 ജൂൺ മാസം 3-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ജോളി ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ ചെറിയാൻ കറുകപ്പറമ്പിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീമതി രമ്യ റോയ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു വടക്കേറ്റത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ചെറിയാൻ കറുകപ്പറമ്പിൽ, വാർഡ് മെമ്പർ ശ്രീമതി രമ്യ റോയ് എന്നിവർ നവാഗതരായ കുരുന്നുകൾക്ക് അക്ഷര ബലൂണുകളും സമ്മാനപ്പൊതികളും നൽകി സ്വീകരിച്ചു. തുടർന്ന് കളഭം ചാർത്തി മധുരം നൽകി അവരെ ക്ലാസുകളിലേക്ക് ആനയിച്ചു. അതിനെ തുടർന്ന് എല്ലാ രക്ഷകർത്താക്കൾക്കുമായി ശ്രീമതി റോസ്ലിൻ ജേക്കബ് ഒരു ക്ലാസ് നയിച്ചു. ഉച്ചയ്ക്ക് 12:30 പ്രവേശനോത്സവ ചടങ്ങുകൾ അവസാനിച്ചു. തികച്ചും ഉത്സവ പ്രതീതി ഉണർത്തിയ പ്രവേശനോത്സവ ചടങ്ങിനോടുകൂടി ഈ അധ്യയന വർഷത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദൈനംദിന പ്രവർത്തനങ്ങൾ. സ്കൂൾ ഓഫീസിൽ രാവിലെ 9:15 അധ്യാപകർ ചേർന്ന് നടത്തുന്ന പ്രാർത്ഥന, തുടർന്ന് സ്കൂൾ ഗായക സംഘം നേതൃത്വം നൽകുന്ന പ്രാർത്ഥനാ ഗാനം എന്നിവയോടുകൂടി ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. തിങ്കളാഴ്ച ദിവസം രാവിലെ ദേവാലയത്തിൽ വിശീഥ, ബുധനാഴ്ച ദിവസം രാവിലെ മലയാളം അസംബ്ലി, വെള്ളിയാഴ്ച ദിവസം രാവിലെ ഇംഗ്ലീഷ് അസംബ്ലി എന്നിവ ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തിവരുന്നു. സ്റ്റാഫ് കൗൺസിൽ. നമ്മുടെ വിദ്യാലയത്തെ മികവുറ്റതാക്കി തീർക്കാൻ ഈ അധ്യയന വർഷാരംഭത്തിൽ തന്നെ സ്റ്റാഫ് കൗൺസിലിന് രൂപം നൽകി. 3/6/2024 ഹെഡ്മാസ്റ്റർ ശ്രീ ബിനു ജോയ് സാറിൻ്റെ അധ്യക്ഷതയിൽ പ്രഥമ സ്റ്റാഫ് കൗൺസിൽ ചേർന്നു. ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കി. വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി റെബീന ജോസഫിനെയും PTA സെക്രട്ടറിയായി ശ്രീമതി റോണി ജേക്കബിനെയും തെരഞ്ഞെടുത്തു. PTA. ഈ കലാലയത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു PTA നമുക്കുണ്ട് എന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. 5/7/2024 ചേർന്ന പൊതുയോഗത്തിൽ ശ്രീ ജോളി ജോസഫ് PTA പ്രസിഡന്റായും ശ്രീമതി ജോസി മാത്യു MBTA പ്രസിഡന്റായും മറ്റ് 16 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായിട്ടുള്ള ഒരു സമിതി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. 2023-24 അധ്യയന വർഷത്തിൽ പാഠ്യേതര രംഗത്ത് നമ്മുടെ സ്കൂൾ ഏറ്റെടുത്തു നടത്തിയ നൂതന പ്രവർത്തനങ്ങൾക്ക് ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്നും നമുക്കൊരു അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ കേന്ദ്ര തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വച്ഛതാ ഹേ സേവ 2024 അവാർഡിനും നമ്മുടെ സ്കൂൾ അർഹത നേടി. പ്ലാസ്റ്റിക് വിമുക്തമായ സ്കൂൾ പരിസരം, ജൈവ കൃഷി, പൂന്തോട്ട പരിപാലനം, സ്കൂളിൻ്റെ ശുചിത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരുന്നു ഈ അവാർഡ്. നാടിന് നന്മയുടെ നല്ല പാഠം പകർന്നു നൽകിയ നമ്മുടെ വിദ്യാലയത്തിന് മലയാള മനോരമയുടെ ആദരം A+ ഗ്രേഡ് ഈ വർഷവും ലഭിക്കുകയുണ്ടായി. ഈ അവാർഡിനെല്ലാം നമ്മുടെ സ്കൂളിനെ അർഹമാക്കി തീർത്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ പിന്തുണയും സഹകരണവുമാണ്. ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ PTA അംഗങ്ങളെയും ഏറെ ആദരവോടെയും നന്ദിയോടെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിക്കുന്നു.
തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. SRG മീറ്റിംഗ്. ഈ വർഷത്തെ SRG കൺവീനറായി ശ്രീമതി റോസ്ലിൻ ജേക്കബിനെ തെരഞ്ഞെടുത്തു. എല്ലാ അധ്യാപകരും അംഗങ്ങളായിട്ടുള്ള SRG യോഗം എല്ലാ വെള്ളിയാഴ്ചകളിലും ചേരുന്നു. കുട്ടികളുടെ പഠന നിലവാരം അവലോകനം ചെയ്യുകയും പരിഹാര ബോധന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. മാടപ്പള്ളി BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ മത്സരങ്ങളിൽ ഈ സ്കൂളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനത്തിന് അർഹരാവുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ, ഹിന്ദി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകൾ. നമ്മുടെ സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ശ്രീമതി രഞ്ജിത സജീവ് കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ശ്രീമതി നിഷ KG ഹിന്ദി ക്ലാസുകളും 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മിസ് അമലു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലനവും നൽകി വരുന്നു. കായിക രംഗം. കായിക രംഗത്ത് മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഈ വർഷം നടന്ന ചങ്ങനാശ്ശേരി സബ് ജില്ലാ കായിക മേളയിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 2 കുട്ടികൾ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിനും അർഹത നേടി. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. സബ് ജില്ലാ കലോത്സവം 2024 നവംബർ മാസം 12, 13, 14, 15 തീയതികളിൽ കുറുമ്പനാടത്ത് വെച്ച് നടന്ന ചങ്ങനാശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ എല്ലാ ഇനങ്ങളിലും മത്സരിക്കുകയും ശ്രദ്ധേയമായ വിജയങ്ങൾ നേടുകയും ചെയ്തു. 70-ലധികം സ്കൂളുകൾ പങ്കെടുത്ത കലാമത്സരങ്ങളിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി എന്നത് ഏറെ അഭിമാനകരമാണ്. മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ. ഈ വർഷം നടന്ന ചങ്ങനാശ്ശേരി സബ് ജില്ലാ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ കുട്ടികൾ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കൈവരിച്ചത്. ശാസ്ത്രമേളയിൽ ഓവറോൾ 1ാം സ്ഥാനവും സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ 3ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ 5ാം സ്ഥാനവും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. തിളക്കമാർന്ന ഈ വിജയത്തിൻ്റെ പിന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശ്രമവും സ്ഥിരോത്സാഹവുമാണ് എന്നത് തർക്കമറ്റ സംഗതിയാണ്. എല്ലാ കുരുന്നു പ്രതിഭകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കലാരംഗം. നമ്മുടെ കുട്ടികളിലെ ജന്മവാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ അധ്യാപകർ എന്നും ഏറെ ശ്രദ്ധിക്കുന്നു. സാഹിത്യ സമാജം, വിദ്യാരംഗം കലാസാഹിത്യവേദി, നൃത്ത പരിശീലനം എന്നിവ സ്കൂളിൽ നടത്തിവരുന്നു. കൂടാതെ സ്കേറ്റിംഗ്, യോഗ, കരാട്ടെ എന്നിവയിലും നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ആഘോഷങ്ങൾ, ദിനാചരണങ്ങൾ. ഈ കലാലയത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ഈ വർഷവും സമുചിതമായി തന്നെ നാം ആഘോഷിച്ചു. കൂടാതെ പരിസ്ഥിതി ദിനം, വായനാ ദിനം, ഓണം, സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, ക്രിസ്മസ് എന്നിവയും സമുചിതമായി തന്നെ നാം കൊണ്ടാടി. സ്കൂൾ ലൈബ്രറി. കുട്ടികളുടെ വിജ്ഞാന തൃഷ്ണയ്ക്കും വ്യക്തിത്വ വികസനത്തിനും സഹായകമാകും വിധം നമ്മുടെ സ്കൂൾ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നു. റീഡേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകങ്ങൾ ലഭ്യമാകത്തക്ക വിധത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ക്ലാസ് അടിസ്ഥാനത്തിൽ വായനാക്കുറിപ്പിന് സമ്മാനങ്ങൾ നൽകി വരുന്നു. ഹെൽത്ത് ക്ലബ്ബ്. കുട്ടികളിൽ വ്യക്തി ശുചിത്വത്തിൻ്റെയും പരിസര ശുചിത്വത്തിൻ്റെയും നന്മകൾ പകർന്നുകൊണ്ട് ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കുറിച്ചി ഹോമിയോ കോളേജിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ചികിത്സ നൽകി വരുന്നു. കുട്ടികളുടെ IQ ലെവൽ കണ്ടെത്താൻ പ്രത്യേക പരീക്ഷ നടത്തുകയും പരിഹാര ബോധന രീതികൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വിരഗുളികകളും അയൺ ഫോളിക് ആസിഡ് ഗുളികകളും ഗവൺമെൻറ്റിന് നിർദ്ദേശാനുസരണം യഥാസമയങ്ങളിൽ നൽകി വരുന്നു. നേച്ചർ ക്ലബ്ബ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി നേച്ചർ ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ വളപ്പിൽ വിവിധ തരത്തിലുള്ള ഔഷധച്ചെടികളും മരങ്ങളും കുട്ടികൾ തനിയെ വച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. വിൻസെൻ്റ് ഡി പോൾ സംഘടന.
കൊച്ചുകുട്ടികളിൽ കരുണയുടെയും കരുതലിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ബാലപാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും കളക്ഷൻ നടത്തി കുട്ടികൾക്കും ഈ സ്കൂളുമായി ബന്ധമുള്ള വ്യക്തികൾക്കും ചികിത്സാ സഹായം നൽകാൻ ഈ തുക വിനിയോഗിച്ചു വരുന്നു. ശാസ്ത്രപഥം വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന ശാസ്ത്രാഭിരുചികളെ പരിപോഷിപ്പിക്കുവാൻ ശാസ്ത്രപഥം മാസിക വിതരണം ചെയ്ത് പരിശീലനം നൽകി വരുന്നു. ജൈവകൃഷി വിളവെടുപ്പും ഭക്ഷ്യമേളയും നമ്മുടെ സ്കൂളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവകൃഷിയുടെ വിളവെടുപ്പും ഭക്ഷ്യമേളയും ജനുവരി 7-ാം തീയതി നടന്നു. മാടപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മണിയമ്മ രാജപ്പൻ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നിജോ വടക്കേറ്റത്ത്, PTA പ്രസിഡന്റ് ശ്രീ ജോളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ സഹകരിച്ച നാട്ടുകാർക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. എക്സിബിഷൻ ഈ വർഷത്തെ എക്സിബിഷൻ കാലിസ്റ്റി 2025 ഇക്കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി നടത്തപ്പെട്ടു. ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി KA സുനിത എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. LKG ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും അവരുടെ പഠന പ്രക്രിയയുടെ ഭാഗമായി നിർമ്മിച്ച പഠനോൽപ്പന്നങ്ങൾ ക്ലാസ് മുറികളിൽ പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഈ അധ്യയന വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠനാനുബന്ധ പ്രവർത്തനമായിരുന്നു ഇത്. ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് അവരെ സജ്ജരാക്കിയ മാതാപിതാക്കൾക്കും അവരുടെ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. കൈത്താങ് പ്രവർത്തനങ്ങൾ 2024-25 അധ്യയന വർഷത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനമായിരുന്നു കൈത്താങ് പ്രോജക്റ്റ്. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ സഹപാഠികളായിട്ടുള്ള 3 കുട്ടികളുടെ കുടുംബത്തെ അവരുടെ ഏറ്റവും കഷ്ടത നിറഞ്ഞ സമയങ്ങളിൽ സാമ്പത്തിക സഹായം നൽകി ആശ്വസിപ്പിച്ചു. കൂടാതെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി കാർ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയവേ ചികിത്സാ സഹായമായി 15,000 രൂപയും സമാഹരിച്ചു നൽകി. കുഞ്ഞു മനസ്സുകളിൽ പരസ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും വിത്തുകൾ പാകുവാൻ ഈ കൈത്താങ് പ്രോജക്റ്റ് പ്രേരണയായിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അതിനായി അവരെ പിന്തുണച്ച മാതാപിതാക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. DCL ജീസസ് കിഡ്സ് കത്തോലിക്ക കുട്ടികൾക്കായി ജീസസ് കിഡ്സ് എന്ന സംഘടന സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സംഘടന നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിലും മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ സജീവമായി പങ്കെടുത്തു വരുന്നു. DCLൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടികളിലും കുട്ടികൾ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ മാസത്തിൽ നടന്ന DCL IQ പരീക്ഷയിൽ ഒരു കുട്ടിക്ക് A++ ഗ്രേഡും 3 പേർക്ക് A+ ഗ്രേഡും 13 പേർക്ക് A ഗ്രേഡും ലഭിക്കുകയുണ്ടായി. DCL ടാലന്റ് ഫെസ്റ്റിൽ ഉപന്യാസ രചനയിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റും A ഗ്രേഡും ലഭിക്കുകയുണ്ടായി. നേത്ര പരിശോധനാ ക്യാമ്പ് നല്ല പാഠം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷവും സ്കൂളിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 7-ാം തീയതിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. ബന്ദിപ്പൂ കൃഷി ഓണത്തിന് ഒരു പിടി പൂ എന്ന ലക്ഷ്യത്തോടെ ജൂൺ മാസം ആദ്യവാരം തന്നെ ബന്ദിപ്പൂ കൃഷി നമ്മൾ നടപ്പിലാക്കി. ബന്ദി, വാടാമുല്ല എന്നീ ചെടികളാണ് പൂന്തോട്ടത്തിൽ നട്ടത്. സെപ്റ്റംബർ മാസം 12-ാം തീയതി നടന്ന ഓണാഘോഷത്തിന് അത്തപ്പൂക്കളം തീർക്കുവാൻ കുട്ടികൾ പൂക്കൾ ശേഖരിച്ചത് നമ്മുടെ സ്വന്തം പൂന്തോട്ടത്തിൽ നിന്നുമായിരുന്നു എന്നത് ഏറെ സന്തോഷം നൽകിയ ഒരു അനുഭവമായിരുന്നു. ശീതകാല പച്ചക്കറി തൈനടൽ നല്ല പാഠം പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ ശീതകാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ ശ്രീ ബിനു ജോയി സ്വാഗതം ആശംസിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നിജോ വടക്കേറ്റത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സുബിൻ പോൾ പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാരറ്റ് തുടങ്ങിയ ശീതകാല പച്ചക്കറികളാണ് നമ്മുടെ കൃഷിത്തോട്ടത്തിലുള്ളത്. ഇവയെല്ലാം നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായിട്ടാണ് നാം ഉപയോഗിച്ചു പോരുന്നത്. പഠന വിനോദയാത്ര ക്ലാസ് മുറികളിലെ അറിവ് സമ്പാദനത്തിനു പുറമെ പ്രകൃതി നിരീക്ഷണത്തിലൂടെയും
യാത്രാനുഭവങ്ങളിലൂടെയും കൂടുതൽ അറിവും ആനന്ദവും നേടുന്നതിനായി ജനുവരിയിൽ നമ്മൾ പഠന വിനോദയാത്രകൾ നടത്തി. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള മിക്ക കുട്ടികളും പഠനയാത്രയിൽ പങ്കെടുത്തു. എല്ലാ കുട്ടികൾക്കും ഈ യാത്രകൾ വളരെ പ്രയോജനപ്രദവും ആനന്ദം നിറഞ്ഞതുമായിരുന്നു. ഉച്ചഭക്ഷണം. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം ഉപയോഗിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്നു. ചോറിനോടൊപ്പം പലതരം കറികളും ആഴ്ചയിലൊരിക്കൽ മുട്ടയും പാലും നൽകി വരുന്നു. കൂടാതെ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളും ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. LSS സ്കോളർഷിപ്പ്. കഴിഞ്ഞ വർഷാവസാനം നടന്ന LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഒരാൾ സ്കോളർഷിപ്പിന് അർഹയാവുകയും ചെയ്തു. സ്കോളർഷിപ്പിന് അർഹയായ കുമാരി എസ്തർ ജിമ്മിച്ചന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ വർഷവും കുട്ടികളെ തെരഞ്ഞെടുക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നു. ഉപസംഹാരം. നമ്മുടെ സ്കൂളിൻ്റെ യശസ്സുയർത്തുവാൻ ആധ്യാത്മികമായും ഭൗതികമായും വളരെ ശ്രദ്ധിക്കുന്ന സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ ചെറിയാൻ കറുകപ്പറമ്പിൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ മാത്യു വടക്കേറ്റത്ത് എന്നിവരെ ഏറെ ആദരവോടെയും നന്ദിയോടെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ ബിനു ജോയ് സാറിനെയും സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും താങ്ങും തണലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോളി ജോസഫ്, MPTA പ്രസിഡന്റ് ശ്രീമതി ജോസി മാത്യു, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നല്ലവരായ രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, നല്ലവരായ നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരെയും 109-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെയും അനുദിനം നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെയും അനുഗ്രഹങ്ങൾ പരിപാവനമായ ഈ സരസ്വതി ക്ഷേത്രത്തിനുമേൽ എന്നും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. സ്റ്റാഫ് സെക്രട്ടറി റബീന ജോസഫ്.